ഹായ് 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 ഷെമിമാഷാണ്. അപ്പൊ ഇന്ന് മാഷ് വന്നത് നമ്മുടെ എക്സാം ആണ് നാളെ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, എന്താ തന്നത്? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ചതുരം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം? എല്ലാ സൈഡിന്റെയും നീളങ്ങൾ തമ്മിൽ കൂട്ടിയാൽ പെരിമീറ്റർ കിട്ടും അല്ലേ, ചുറ്റളവ് കിട്ടും. വേറൊരു വഴി എന്താ? ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള വേറെ വഴി എന്താ? അതിന്റെ ഒരു ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും സമ്മ് എടുക്കുക, എന്നിട്ട് ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെങ്ത് എത്രയാണ്? നേരെയുള്ള നീളം 6 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ. ലെങ്ത് 6 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. എങ്ങനെയാണ് പെരിമീറ്റർ കാണുക? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുക, ഒരു ഉത്തരം കിട്ടുമല്ലോ. 6 4 കൂട്ടിയാൽ എന്താ? 10 എന്ന് കിട്ടും. എന്നിട്ട് കിട്ടിയ ഉത്തരം എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് കിട്ടിയ ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ. എന്തുകൊണ്ടാണ് മാഷ് 20 സെന്റിമീറ്ററിന് എടുത്തത്? കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലാണ് തന്നത്. അപ്പൊ പെരിമീറ്ററിന്റെ കൂടെ, ചുറ്റളവിന്റെ കൂടെ സെന്റിമീറ്ററിനാണ് ചേർക്കേണ്ടത് അല്ലേ. പെരിമീറ്റർ കാണാൻ സിമ്പിൾ ആണല്ലോ. എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കൂട്ടുക, എന്നിട്ട് കിട്ടിയ ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ പെരിമീറ്റർ ആയി, ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആയി. അങ്ങനെയാണ്. ഇവിടെ കണ്ടു, ഇവിടെ തന്നത് സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് ഈ റെക്ടാങ്കിളിനെ മാഷ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്? ഈ ചതുരത്തെ നമുക്ക് സമചതുരം എന്ന് കൂടെ വിളിക്കാം. എന്തുകൊണ്ടാണ്? കാരണം ഇതിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഈ സൈഡിന്റെ നീളം എത്രയാണോ അത് തന്നെയാണ് ഇവിടെ, അത് തന്നെയാണ് ഇവിടെയും, അത് തന്നെയാണ് ഇവിടെയും. അതായത് ഇവിടെ 5 സെന്റിമീറ്ററിലല്ലേ എഴുതിയത്, ബാക്കിയുള്ള എല്ലാ സൈഡുകളും ഇപ്പോൾ 5 സെന്റിമീറ്റർ ആണ്. എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള റെക്ടാങ്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ക്വയർ എന്ന് കൂടെ വിളിക്കാം അല്ലേ, സമചതുരം എന്നും കൂടെ വിളിക്കാം. മാഷ് ചോദ്യം, ഒരു സമചതുരത്തിന്റെ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെ സിമ്പിൾ ആയിട്ട് കാണാം? അതും സിമ്പിൾ ആണ്. ഒരു സൈഡിന്റെ നീളം എന്ത് ചെയ്താൽ മതി എന്നറിയോ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ് ഒരു സൈഡിന്റെ നീളം? 5 സെന്റിമീറ്റർ ആണ്. 5നെ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിന്റെ നീളം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 4 എന്താ? 20 ആണ്. 20 സെന്റിമീറ്റർ ആണിത് ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ. ഒരു റെക്ടാങ്കിളിന്റെ, ഒരു സാധാരണ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കൂട്ടിയിട്ട് കിട്ടിയ ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ, സമചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് കാണാൻ ഒരു സൈഡിന്റെ നീളം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഒരു സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ പെരിമീറ്റർ കിട്ടും. വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഈ കാര്യം നമുക്ക് എക്സാമിന് വരുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇന്ന് വൈകുന്നേരം 7:30 ലൈവ് വരുന്നത്. അപ്പൊ ആരും ഇന്നത്തെ ലൈവ് മിസ്സാക്കാതിരിക്കുക, കൃത്യസമയത്ത് തന്നെ ലൈവിലോട്ട് എത്തുക. ഇന്ന് ലൈവ് നടക്കുന്ന കാര്യം എല്ലാ ഫ്രണ്ട്സിനെ അറിയിക്കുക. അതുപോലെ ലൈവിന്റെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യും? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ താഴെ ഈ വീഡിയോന്റെ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ കാണാം. ബൈ ബൈ.